ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ജി മിഷനിൽ അടുത്തൊരു വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന ഗെയിം കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. ഇതിൻ്റെ 2 ഇറങ്ങിയിട്ടുണ്ട്. 2 എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ 2 കളിക്കാത്തത്. പിന്നെ ഇതൊരു ഹാക്ക് വേഷനാണ്. എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യ. ഇതിൽ ഭയങ്കര കഷ്ടപ്പാടാണ് പൈസ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഞാൻ ഹാക്ക് ചെയ്തു. ഞാൻ ഇതിന് മുന്നേ കുറേ വട്ടം ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഹാക്ക് ചെയ്ത് കളിക്കുന്നത്. ഹാക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തു. ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന വണ്ടി ഗൈസ്. ഫ്രീ ആയിട്ട് വരുന്ന വണ്ടി, ഒരു അൾട്ടോ മോഡലാണ്. ഞാൻ ഇതൊന്ന് മോഡിഫൈ ചെയ്തു. ഞാൻ പിന്നെ ഒരു അധികം വയലറ്റാണ് ഗൈസിൻ്റെ ഉള്ളത്. നമ്മൾ വയലറ്റ് ഗ്യാങ് ആണ്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെയുള്ള വണ്ടി ഒരു BMW ഏതൊരു വണ്ടി, എനിക്ക് പേരൊന്നും അറിയില്ല. ഇതൊരു വയലറ്റ് തീമാണ്. ഇതാണെങ്കിൽ ഇതല്ല, ഇതൊരു വയലറ്റ് തീമാണ്. ഇത് BMW ഏത് വണ്ടി. ഇതൊരു പോളോ GT മോഡൽ. പോളോ GT എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പോളോ GT ആണ്. പിന്നെ മനസ്സിലായത് വേറെ ഏതോ വണ്ടിയൊക്കെ ഉണ്ട് പോളോ GTൻ്റെ മോഡൽ. ഓക്കെ, അതും പിന്നെ ഒരു മസ്താങ്ക് അല്ലേ, ഇത് മസ്താങ്ക് തന്നെയാണല്ലേ, ആയിരിക്കണം. മസ്താങ്ക് ആയിരിക്കണം. മസ്താങ്കിൻ്റെ കുറേ മോഡലുണ്ട്. പിന്നെ ഒരു പജേറോ, കണ്ടിട്ടൊരു പജേറോ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ അതല്ല, അത് വേറെ ഏത് വണ്ടിയാണ്. പിന്നെ സോറി, ഞാൻ ഓളിലല്ലേ. പിന്നെ എൻ്റെ ഉള്ളൊരു വണ്ടി ഇതല്ലേ, ഇതന്നെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. എല്ലാത്തിനും വിട്ടിക്കുന്ന ഒരു പച്ച കളർ വണ്ടി. അതല്ലാണ്ട് ഈ ഒരു വണ്ടിയുണ്ട്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതുണ്ടോ ഞാണ്ട് ചാടി കളിക്കുന്നത്, അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതിൽ മറ്റേ വെയിറ്റ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കാം, ബാക്കിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ റീസെറ്റ് ചെയ്താൽ സെൻറ്ററിൽ വരും. അത് റീസെറ്റ് ചെയ്താൽ വണ്ടി എവിടെയാണുള്ളത്, ചിലപ്പോൾ ഇവിടെ ഇങ്ങനെയെങ്കിൽ ഇവിടെ കിടക്കും, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ റീസെറ്റ് ചെയ്താൽ അവിടെ കിടക്കും. ഇപ്പോൾ അതിൽ ആദ്യം കിട്ടിയപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ വെറുതെ ഫ്രണ്ട് പൊക്കുന്ന ഒരു വീഡിയോ കണ്ട്, അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഫ്രണ്ടൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടു. പക്ഷെ പവർ വേണം വണ്ടിക്ക്, എൻജിന് നല്ല പവർ വേണം. ഞാൻ 2 ലക്ഷത്തിന് വെച്ചിട്ട് മറ്റൊന്നെനിക്ക് വെക്കാൻ പറ്റുന്നില്ല. ഇത് വൻ പവർ സാധനം വൈസ്. ഇതൊക്കെ ഇട്ടെൻ്റെ ഫ്രണ്ട് അങ്ങ് അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയുള്ള വണ്ടി. ഞാൻ ഫേവറേറ്റ് കാറിന്ന് കുറച്ച് വണ്ടിയൊക്കെ പോക്കട്ടെ. ഫേവറേറ്റ് കാറിന്ന് ഇത് പോയിക്കളാം, അതാണ്. പിന്നെ ഇതും വേണ്ട, ഇത് എനിക്ക് അത്ര ഇഷ്ടമുള്ള വണ്ടിയല്ല. ഇത് നമ്മൾ അടിപൊളി വണ്ടിയാണ്, ഇതെനിക്കിഷ്ടമാണ്. ഇതും എനിക്കിഷ്ടമാണ്. പോളോ GT എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് ആ പച്ചക്കാറ് ഇതല്ലേ, അതെ, പച്ചക്കാർ നമുക്ക് ഫേവറേറ്റ് ലിസ്റ്റിലിട്ടേക്കാം. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതാ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കാറും കൊണ്ടാണ് ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടി തന്നെ ഓടിക്കാം. ഇതാണ് നമ്മളുടെ ക്യാരക്ടർ ഉള്ളിലിരിക്കുന്നത്. ഞാൻ കസ്റ്റം ചെയ്തു. കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് സർവർ ഇംഗ്ലീഷ്, മനസ്സിലായില്ല, നമ്മൾ ഇംഗ്ലീഷ് സെർവറിൽ കളിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ സെർവറൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ത്യൻ സെർവർ ഒടുക്കത്തെ ലാഗ്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പക്ഷെ ഇന്ത്യൻ സെർവറിൽ മറ്റേ ഇന്ത്യ നമ്മൾ യൂട്യൂബ്സിലൊക്കെ കാണുന്ന വെഹിക്കിൾസ് ഇല്ലേ മോഡിഫൈ ചെയ്തേ, അതൊക്കെ അതിലധികം കണ്ടിട്ടുണ്ട്. ഏതോ ഒരു പച്ച മസ്താങ്കിനെ, അത് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, സ്റ്റാർട്ട് എടുക്കാം. ഞാൻ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സെർവർ എടുത്താൽ. എന്തോ ഒരു ക്രാഷ് അടിച്ച കളി കളിക്കുന്നത്. ഇപ്പം ഇംഗ്ലീഷ് സെർവർ ആകുമ്പോൾ കുറച്ചുകൂടി സ്മൂത്താണ്, നമുക്ക് മര്യാദ കളിക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ, ഇതെങ്ങനെ എനിക്ക് പറയാനില്ല. ചിലപ്പോൾ കളിക്കാൻ മര്യാദയ്ക്ക് പറ്റും, ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അതെന്താ വരാത്ത? എക്സ്ക്യൂസ് മീ. വന്നു. നമ്മളെ വേട്ടക്കാരൻ എൻ്റെ ബാക്കിലുണ്ട്. ഇതാണ് വണ്ടീൻ്റെ ഓണർ. ഞാൻ ക്യാമറ റെഡിയല്ല. അയ്യോ, ഓക്കെ. അയ്യോ, ഇതല്ല, ഇത് പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി റെഡി അല്ലല്ലോ. ഞാനെന്തോ തെറ്റിച്ച്. നമുക്കിതാ ഇങ്ങനെ ഇട്ടിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഫസ്റ്റിലേ 100 അടിക്കും. അപ്പോൾ ഞാൻ ഡിലീറ്റ് ഉണ്ടോ, അങ്ങനത്തെ കുഴപ്പമുണ്ട്. എന്താ സംഭവം? ഇത് ഓടിക്കാൻ 3 മണിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇത് മൾട്ടിപ്ലെയർ ആയിട്ട്
ഇതിൽ കുറേ ആൾക്കാർ അധികം ഉണ്ടാവുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതാണത്. അതിലേ പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുമ്പോൾ കഴിച്ചൊരു ഇത് പോവും, ഫീലങ്ങ് പോയി കിട്ടും. ഉണ്ടോ, നമുക്ക് ഇതെല്ലാം പോയി റെഡി ആക്കിയിട്ട് വരാം. അതല്ലെങ്കിൽ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാനില്ല, അല്ലെങ്കിൽ വണ്ടി കിടന്ന് ചാടും. ഇത് ഡേ നൈറ്റ് സൈക്കിളാ. ഇത് ഞാൻ ഡേയും നൈറ്റും ആയിക്കൊണ്ടിരിക്കും. അത് സെറ്റ് ചെയ്യാം. അതാകുമ്പോൾ ആണ് വേണ്ട. ആയിക്കോട്ടെ. വണ്ടി എന്താ കൂടാത്ത? ബമ്പറിനൊക്കെ സീനുണ്ട്. വണ്ടി റെഡിയല്ല. നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇതല്ല, ബമ്പർ കുറച്ച് പൊക്കാം. ബാക്കത്തല്ല, ഫ്രണ്ടത്തെ ഇത്തിരി പൊക്കിയാൽ. ഓക്കെ, ഇത് റെഡിയാണ്. ഞാൻ തെറ്റിച്ചടച്ചാൽ ഇതിലാണ്. ഇതാരും തൊട്ട് കളിക്കരുത്. മറ്റേ ഗിയർ സെറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഞാൻ വെറുതെ ഒന്ന് സെറ്റാക്കി നോക്കി, റെഡിയായില്ല. ഇതെന്താ ഇങ്ങനെ നന്നായി കളിക്കുന്നേ? ഇതൊന്ന് റെഡി ആക്കാം. ഇത് നല്ല രസമാണ്. ഇത് തട്ടി, അപ്പോൾ തട്ടാൻ പാടില്ല. ഓക്കെ, ഡൺ. ഓക്കെ, നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കിട്ടുമ്പോൾ പ്ലീസ് ഇനിയെങ്കിലും വർക്കാവണേ. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി, നല്ല വണ്ടി എടുത്ത് പോകണം. വേറെ നല്ല വണ്ടി എടുത്ത് വെറുതെ ഇതിൻ്റെ പണിക്കൊക്കെ ഉണ്ട്. ഫേവറേറ്റ് അല്ല, ഓളിൽ കയറിയിട്ട് നമ്മളെ വയലറ്റ് കാർ എടുക്കണോ അല്ലെങ്കിൽ ഇതെടുക്കണോ? ഇതെല്ലാം ഡ്രിഫ്റ്റിംഗ് ആണ്, ഫുൾ ഡ്രിഫ്റ്റ് ആവും വണ്ടി. കുറച്ച് പണി ഓടിക്കാൻ ഇത് പറ്റൂല. ഇത് കണ്ടോ, ഫ്രണ്ടങ്ങനെ ചാടി ചാടി കളിക്കും. പറ്റൂല, വണ്ടി ഓടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പോളോ ജിറ്റി എടുക്കാം. പോളോ ജിറ്റും ഡ്രിഫ്റ്റ് തന്നെയാണ്, പക്ഷെ കുഴപ്പമില്ല, നല്ല വണ്ടിയാ. പോളോ ജിറ്റി എടുത്തിട്ട് പോവാ ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോളോ ജിറ്റി ഇതൊന്ന് വരുമോ? അതാണ് എൻ്റെ ഐഡിയോ നെയിമോ അടിച്ചാലാണ് നമുക്ക്. അതിൻ്റെ അനിയനെ ഞാൻ ഇത് സേവ് ആക്കിയാണ്. ഞാൻ എൻ്റെ മദറിൻ്റെ ഫോണിൽ കളിക്കും. നമ്മൾ വെറുതെ മൾട്ടിപ്ലെയർ കളിക്കും. പിന്നെ ഗൈസ്, ഹാക്ക് ചെയ്തൊരു ഗെയിമറും അല്ലാണ്ട് ഹാക്ക് ചെയ്യാണ്ട് പ്ലേ സ്റ്റോറിൽ കയറ്റിയാലും രണ്ടാൾക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റില്ല. അതെന്താ എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പറ്റുന്ന ചെയ്യുന്നു. പിന്നെ രണ്ടാൾ ഹാക്ക് കയറ്റി, എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ബ്രദർ ഹാക്ക് കയറ്റിയപ്പോൾ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലേനു. നല്ല ലാഗ് ഉണ്ട്. ഞാൻ ആ സെറ്റിങ്സ് കയറിയിട്ട് ഇത് ഇതാക്കിയാൽ എങ്ങനെയായിരിക്കും? ഇതാക്കിയിട്ട് ഇതെന്താ സംഭവം? ഇത് ഒന്നുകൂടി ഞാൻ ആക്കിയാലും ഒക്കെ റീസെറ്റ് ആവും. ഇതേതായാലും മാപ്പ് ലോഡിങ് ആണ്. ഇതും മാപ്പ് ലോഡിങ് ആണ്. ഇതൊന്നും നമുക്ക് അത്ര ആവശ്യമില്ല, എന്നാലും കിടക്കട്ടെ. ഇതെന്താ സംഭവം? അവിടെ കിടക്കട്ടെ. ഹൈ വേണ്ട, അത്ര ഹൈ ആക്കണ്ട, തിരി കുട്ടിക്കുക. ഇത് ഫുള്ളായിക്കോട്ടെ. ദൃശ്യം ഇപ്പോൾ ഗെയിം അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ടാവും, അതിനനുസരിച്ച് നല്ല ലാഗും ഉണ്ടാവും. അവിടെ ഓൻ്റെ വണ്ടിയൊക്കെ എന്താ? അപ്പോൾ നമ്മൾ എന്തോ തെറ്റിച്ചു. എല്ലാം റെഡി ആയല്ലോ എൻ്റെ വണ്ടി. ഇവിടെ ഡോറൊക്കെ തുറക്ക. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇപ്പം ഇറങ്ങുമ്പോൾ വണ്ടിയെ ഓക്കെ ചെയ്തേ. വണ്ടിയിൽ ഇറങ്ങുമ്പോൾ ബൂം, വണ്ടിയിൽ ഇറങ്ങി. ലാഗ് ഉണ്ട് ഗൈസ്. ഞാൻ അതൊന്ന് ഗുഡിലേക്ക് ഇട്ടേക്കാം. മതി, ഇത്രയൊക്കെ മതി. നമുക്കൊന്ന് വണ്ടി കയറാം. ഓക്കെ, ഇതന്നെ സുഖം. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഡ്രിഫ്റ്റിംഗ് ആണ് ഈ വണ്ടിയെന്ന്. കണ്ടോ, വണ്ടിക്ക് ചെറിയ ഡ്രിഫ്റ്റിംഗ് കുഴപ്പങ്ങളുണ്ട്. അതെന്തോ 4 F1 അല്ലേ? അതിന് ഒടുക്കത്തെ സ്പീഡാ. അത് വണ്ടി ബെൻസ് പോലത്തെ ഒരു വണ്ടി. ലാഗ്, അത് ഇവിടേക്ക് വരുമ്പോൾ ഒരു ലാഗ് ഉണ്ട്. സുപ്രയാണത്? സുപ്രന്റെ പോലീസ് കാറാ? തുള്ളി പോണേ പോലീസ് കാർ തന്നെയല്ലേ? അതുകൊണ്ട് ഫ്രണ്ട് അത് മറ്റേ എഞ്ചിൻ ബാക്കിലേക്ക് വെച്ച് ടയറിന്റെ കളറൊക്കെ മാറ്റി. ഇവിടെ എന്താ അങ്ങനെ?
വണ്ടി ഒന്ന് സെറ്റായി കാണാൻ പറ്റുമോ? അയ്യേ, ഇതെന്ത് ടയർ ഇങ്ങനെ ആക്കിയേ? അങ്ങനെ ടയർ എങ്ങനെ ആക്കാൻ പറ്റൂ? ടയർ എങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ യെസ് അറിഞ്ഞടാ. എന്താണ് വെറുതെ വണ്ടി ഇടിച്ച് പിടിക്കാൻ കേട്ടോ ഒരുത്തന്മാര്. ഇതാ നമ്മൾ നേരത്തെ കണ്ട വാൻ. നമുക്ക് പോയി ബൈ ചെയ്താലോ? വെറുതെ ആണ് വേറെ വൺ ബൈ. ഓഹോ, എത്ര മണിയാവും വെച്ചേ? ആ ഇതിപ്പോ ഇത് ഞാൻ കുറച്ചുകൂടി മുതിരാണ്ട്. അവൻ അത്രക്കൊന്നും മോഡിഫൈ ചെയ്തില്ലല്ലോ വാങ്ങാൻ നമ്മള്. കോൺസായി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വണ്ടി. കുത്തുന്നുണ്ട് നല്ലോണം, ഇടിക്കാൻ മാത്രം. ഓ ഫ്ലാഗ്, ഞാൻ അതൊന്ന് പാർക്കിങ്ങിൽ ഇട്ടാൽ വിൽക്കാൻ നമ്മൾ അത്ര ഇടിച്ചിട്ട് ഡാമേജ് ഒന്നും വരുത്താനില്ല. ഞാൻ ആ സെറ്റിങ്സ് കയറി റെഡിയാക്കാം. ഇതെന്താ സംഭവം? മാപ്പ് ലോഡിങ്, അത് കുറച്ച് കിടക്കട്ടെ. ഇത് ഒത്തിരി കൂട്ടിക്കോ. ഇതെന്താ സംഭവം? ഇത് ഫുള്ള് കിടക്കട്ടെ. എനിക്ക് തോന്നുന്നു ആ വണ്ടികൾ മര്യാദയ്ക്ക് വണ്ടീൻ്റെ മോഡിഫിക്കേഷനൊക്കെ മറ്റുള്ള ഇത് മര്യാദയ്ക്ക് കാണാനാണ് ഈ സെറ്റപ്പ്. സൂപ്പറാ, നല്ല വണ്ടി. പോലീസ് കാറാണ് സംഭവം. ഏതായാലും വണ്ടി നിർത്തിയില്ല, പൊട്ടിക്കാൻ കിട്ടുമോ? കിട്ടോ? ആ പൊട്ടി. വീട്ടിലാണല്ലോ. ഇതില്ല, മേനല്ല വണ്ടി. രണ്ടങ്ങ് പൊന്തി. എന്നാ ഗൈസ്, നമുക്ക് ഈ വണ്ടി വിറ്റ. ഈ വണ്ടി നമുക്കൊരു 50 വിറ്റ. 50 വേണ്ട, ഇതൊരു വിശാലിനിട്ട് ഇവിടെ ഒരു എത്ര ഇടണം? ഒരു 40 ഇത്ര ഇട്ടിട്ട് ഓക്കെ കൊടുക്കും. വണ്ടി ആരെ വെച്ചാൽ വാങ്ങിക്കും, ഒരു കുഴപ്പമില്ല. ഓക്കെ, ആരോ വണ്ടി വാങ്ങി. കാർ ഈ സോൾട്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാം. വണ്ടി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ ഓണർ വന്ന് വണ്ടി കയറില്ല. ചിലത് ഓണർ വന്ന് വണ്ടി കയറി പണിയാക്കും. എന്നുവെച്ചാൽ നമുക്ക് ഓടിക്കാൻ തരില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ലോബി പോയാൽ മാത്രമേ വണ്ടി ഇല്ലാവില്ല. ലോബി പോയാൽ വണ്ടി കാണില്ല. അങ്ങനെയാണ് വണ്ടി വിറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് എഴുതി കാണിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് അവസാനമായിട്ട് വണ്ടിയൊക്കെ അടിച്ച് പൊളിച്ചതാണ്. വണ്ടി അത്യാവശ്യം നമ്മൾ അടിച്ച് പൊളിക്കണം, ഇല്ലെങ്കിൽ വെറുതെ ആയി. ഇത് ഡ്രിഫ്റ്റിംഗ് ആണ് കഴിച്ചോ. പിന്നെ നമ്മൾ വിറ്റ കാർ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനില്ല. അത് എപ്പോഴെങ്കിലും ഓൻ തന്നെ വീണ്ടും വിറ്റാൽ നമുക്ക് വണ്ടി തിരിച്ചിട്ടും. ഇത് എന്താണ് ഡ്രിഫ്റ്റിങ്? ഏതായാലും ലോബിന്ന് പുറത്തു പോകണം. നമ്മളിപ്പോൾ എത്ര മണി ആയിട്ടുണ്ടാവും? ഞാൻ 14 വിറ്റ്. 14 എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൂടുതലാ. നോക്കാം 40 ആകുമ്പോൾ എത്ര ആയി? 48 ആടാ. 15 തന്നെ വിറ്റാൽ മതി. ഇത് വിൽക്കാനില്ല വണ്ടി, അതങ്ങനെയാണ് വിൽക്കാനില്ല. ഫസ്റ്റ് വിറ്റണ്ടി നമ്മളെ അങ്ങനെ ഇത് വിൽക്കണ്ടല്ലോ. ഇത് അടിപൊളി വണ്ടി, അത് വേണ്ട, ഇത് വിൽക്കണ്ട. ഇത് കത്ത് ഇഷ്ടപ്പെട്ടില്ല, നാലാൾ കിടന്നോട്ടെ. ഇത് കൊണ്ട് കളിച്ചാലോ? എന്തോ വണ്ടി, നമുക്കൊരു 10 കൂടെ മതി. ഒരു 10 കൂടെ ഉണ്ടെങ്കിൽ 50 കിട്ടും. അതാകുമ്പോൾ ആര് വിൽക്കാട്ടാലും പെട്ടെന്ന് വാങ്ങാൻ പറ്റും. നമുക്കിന്ന് അങ്ങനെ ആക്കിയാലോ? അങ്ങനെ ആക്കാം. ഈ വണ്ടിയും കൂടി വിറ്റിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഈ വണ്ടിയും കൂടി പോയി സെല് ചെയ്യാം. നമുക്ക് പൈസ കിട്ടും. എനിക്കിങ്ങനെ പൈസ വെച്ചാൽ വേറെ ആരെങ്കിലും വിൽക്കാട്ടാ, പെട്ടെന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നിനല്ല. ഈ വണ്ടി പിന്നെയും നമുക്ക് തിരിച്ചെടുക്കാൻ സുഖമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി കിട്ടിക്കോട്ടെ. വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലെ എടുത്തോട്ടെ, നമുക്ക് ഓർത്തെന്തിനാ.
നമുക്ക് മറ്റേ ഇതെടുത്ത് നോക്കാം. അപ്പോൾ ഈ ഏറ്റവും പൈസക്കാരനായിട്ട് തോന്നുന്നൊരുത്തന് കാർ സെയിലിന് കൊടുക്കാം. അപ്പോൾ വാങ്ങുമോ നോക്കാം. നമ്മൾ ഇതിൽ കയറിയാൽ മതി. ഇതിൽ കയറുമ്പോൾ ഇങ്ങനെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ ആരും പൈസക്കാരനായിട്ട് കാണിക്കുന്നില്ല. എല്ലാം പാവപ്പെട്ട. നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി എടുക്കുന്ന നേരം അങ്ങോട്ട് പോവാം. ഇവിടെ ചെറിയ ലാഗ് ഉണ്ടാവും, അതങ്ങനെയാണ്. ലാഗ് വന്നാൽ ബ്രേക്ക് പിടിക്കണം. കാരണം നമ്മൾ എനിക്ക് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വണ്ടി വളയുള്ളൂ. ആ കോയിൻസായി എടുത്താലും പൈസക്കാരൻ്റെ ചിഹ്നം കാണിക്കൂലേ? കാണിക്കുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഈ വണ്ടി ഇടയ്ക്ക് ഇങ്ങനെ പോവാണ്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാധനം ഒന്ന് നീക്കി കൊടുത്താൽ മതി. അത് ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഗെയിമിന്. നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ കാറ് പോയിട്ടൊരു 10 വേണ്ട, 10 ഏതെങ്കിലും ആയോ ഒരു 15 അങ്ങ് ഇട്ടേക്കാം. 5 ഓക്കെ. അങ്ങനെ വണ്ടി വാങ്ങി. ഇനി നമുക്ക് ഈ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങിയേക്കാം. എത്ര പേ ഉണ്ടാവും നമ്മളിൽ? ഞാൻ പറയുന്നത് 5000. അത് മാക്സിമം മണി അതായിരിക്കും. ഇതാണ് ഹൈഡ് സ്മോക്ക്. ഇതൊക്കെ യെസ്, ഇത്ര മണി നമുക്ക് ഇനി കയറുള്ളൂ. ഇനി ഇതിന് കൂടുതൽ പൈസ നമുക്ക് കയറില്ല. ഇതിന് കൂടുതൽ ആർക്കും ഇടാൻ, വണ്ടി വിൽക്കുമ്പോൾ അത് ഇടാനും പറ്റില്ല. നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും വാങ്ങാൻ പറ്റും. മര്യാദയ്ക്ക് ഹോണ്ട ഹോണ്ടല്ല പോളജിറ്റ് വിൽക്കുമ്പോളെ 15 വിറ്റാ. ഞാൻ എൻ്റെ 8 ഇല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു 14 വിറ്റാൽ റെഡി ആയിക്കോളും. റെഡി ആയില്ല. അപ്പം ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓളെന്ന് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.